ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളത്തെ നിധിയുടെയും സുധീഷിൻ്റെയും കാറ്റത്തെ കിളിക്കൂടിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാലോ. അങ്ങനെ നമ്മുടെ സുധീഷ് നമ്മുടെ ഹരീഷിനെ ഒന്നും വിളിക്കുകയാണ്. അതായത് സുഭാഷ് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലടാ, നീ ഒന്നും പറഞ്ഞേക്കുക, എനിക്കിന്ന് രാത്രി ഓട്ടോ ഉണ്ട്, ഞാൻ കുറച്ച് വൈകിയേ വരത്തുള്ളൂ എന്നൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ, അതെ ഓട്ടം തന്നെയാണോ പോകുന്നത് എന്ന് ഹരീഷ് ചോദിച്ചു കേട്ടോ. പിന്നെ ഓട്ടം അല്ലാണ്ട് നീ ഒന്ന് വെച്ചിട്ട് പോയടാ, നീ ഒന്ന് സുഭാഷ് ചേട്ടനോട് പറഞ്ഞുതരേന്ന് പറഞ്ഞു കേട്ടോ. കാരണം സുഭാഷിൻ്റെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് എന്തോ ആയിരുന്നു, അതുകൊണ്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചതെന്നൊക്കെ പറയുന്നത് നമ്മുടെ സുധീഷ്. അങ്ങനെ ഇതേ സമയം നമ്മുടെ സുഭാഷ് ആണെങ്കിൽ അത്താഴത്തിനുള്ള ചോറും അതുപോലെ ദോശയും അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള വലിയ തിരക്കിലാണ്. ഈ സമയം നമ്മുടെ നിധിയും അതിനോടൊപ്പം സുഭാഷിനൊപ്പം നിൽക്കുകയാണ്. അപ്പം സുഭാഷ് പറഞ്ഞു, മോളെ നീ കിടന്ന് ഈ പണിയാണ്ട് നീ പോയി അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല സുഭാഷ് ഏട്ടാ, ഞാനും കൂടെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. സുഭാഷ് ഏട്ടൻ മാത്രം എങ്ങനെയാണ് ചെയ്യണത്, ഞാനും പാചകമൊക്കെ ഒന്ന് പഠിച്ചെടുക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ നിധി പറയുകയാണ്. ആയിക്കോട്ടെ എന്നും നമ്മുടെ സുഭാഷ് പറഞ്ഞു. അങ്ങനെ ഈ പാചകമൊക്കെ കുക്കിംഗ് നടക്കുന്നതിൻ്റെ ഇടയിലും നിധി ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതായത് സുധീഷിനെ കാണാനില്ല, വരാനുള്ള സമയം കഴിഞ്ഞു, ഇത്രയും നേരമായിട്ടും എന്തായിരിക്കും സുധീഷ് വരാത്തതെന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ നിധീനെ അലട്ടിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ സുഭാഷ് നോക്കിയപ്പോൾ നിധിയുടെ മുഖത്തിന് എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ തോന്നുകയാണ്. സുഭാഷ് ചോദിച്ചു, എന്താ മോളെ നിൻ്റെ മുഖത്തിനൊരു ടെൻഷൻ പോലെ? ഒന്നുമില്ല സുഭാഷ് ചേട്ടാ. അല്ല, സുധീഷ് ഇത്ര നേരമായിട്ടും കണ്ടില്ല, എന്ത് പറ്റിയായിരിക്കുമോ എന്നുള്ള അറിയില്ല. അവ ഇപ്പം തന്നെ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത്താഴത്തിനുള്ള ആഹാരങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി അവരെല്ലാവരും കഴിക്കാതിരിക്കുകയാണ്. അപ്പോഴും നിധി പോയി നോക്കുകയാണ്, സുധീഷ് ഇതുവരെയായിട്ടും വന്നില്ലല്ലോ എന്ന്. അപ്പം പറഞ്ഞു, വാ മോളെ നീ വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. സുധീഷ് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇത് കേട്ട നമ്മുടെ ഹരീഷ് പറയുന്നത്, അയ്യോ അതിന് ഞാനൊരു കാര്യം പറയാൻ മറന്നു, സുധീഷ് ഏട്ടൻ കുറച്ച് വൈകിയേ വരുള്ളൂ, സുഭാഷ് ഏട്ടനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ, ഒരു ചെറിയ ഓട്ടോ ഉണ്ട്, അപ്പോൾ അത് കഴിഞ്ഞേ വരുള്ളൂ, അപ്പോൾ ഡോറ് ലോക്ക് ചെയ്യണ്ട, ജസ്റ്റ് അടച്ചിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധിക്കൊരു സമാധാനമായി, അതുകൊണ്ടായിരിക്കും. അപ്പോൾ സുഭാഷ് പറഞ്ഞു, ഇപ്പോൾ സമാധാനമായില്ലേ, ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞ് അവർ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുധീഷിൻ്റെ കസ്റ്റമർ വരെയാണ്. സുധീഷ് ആ കസ്റ്റമറേയും കൊണ്ട് ഓട്ടം പോവാണ് കേട്ടോ. അപ്പോൾ രാത്രി എന്തോ ഉള്ളൊരു ഓട്ടമാണ്. അങ്ങനെ അവരെല്ലാവരും നല്ല സന്തോഷമൊക്കെ ആയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ സുഭാഷ് കിച്ചണിലേക്ക് പാത്രങ്ങളൊക്കെ കൊണ്ട് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം നിധി അതിനോടൊപ്പം ചേർന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തു. അപ്പോൾ കുറച്ച് സമയമായി. ഈ സമയം നമ്മുടെ നികേഷും ഹരീഷും കൂടെ മൊബൈലിൽ കോമഡിയൊക്കെ കണ്ട് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അതെ രണ്ടുപേർക്ക് ഉറങ്ങാറായില്ലേ, കുറേ നേരമായല്ലോ ഈ മൊബൈൽ കുത്തിയിരിപ്പോൾ എന്ന് നികേഷിൻ്റെ അടുത്ത് ഹരീഷിൻ്റെ അടുത്തും ചോദിച്ചു. ഒരു 10 മിനിറ്റ് കൂടെ സുഭാഷ് ചേട്ടാ, ഞങ്ങൾ എന്നിട്ട് കിടന്നോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അടുക്കളയിലെ ക്ലീനിങ്ങും കാര്യങ്ങളും പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് നിധിയും ഫ്രണ്ടിൽ ഇങ്ങനെ ഉമ്മറത്തോട്ട് വന്നു കേട്ടോ. അപ്പോൾ സുഭാഷ് പറഞ്ഞു, മോൾ ഇനി പോയി കിടന്നോളൂ എന്ന് പറഞ്ഞു. അല്ല സുധീഷ് വരുമ്പോൾ ആരെങ്കിലും ഡോറൊന്നും തുറന്നു കൊടുക്കണ്ടേ? അത് സാരമില്ല, ഡോറ് ലോക്ക് ചെയ്യുന്നില്ല. അയ്യോ ഡോറ് ലോക്ക് ചെയ്യണ്ടാണോ സുഭാഷ് ചേട്ടാ കിടക്കണേ? അപ്പോൾ നമ്മുടെ നികേഷ് പറഞ്ഞു, അതെ ഇവിടെ നിന്നൊന്നും ആരും എടുത്തുകൊണ്ടൊന്നും പോവുകയൊന്നുമില്ല, ഇവിടെ എന്തെടുത്തുകൊണ്ട് പോവാനാ എന്നുള്ള രീതിയിൽ നികേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നിട്ട് അവരൊക്കെ നികേഷും ഹരീഷും ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കിടക്കുകയാണ്, ഉറങ്ങാൻ വേണ്ടി കിടന്നു. ആ സമയം സുഭാഷ് പറഞ്ഞു, മോളും പോയി കിടന്നോളാൻ പറഞ്ഞ് നിധിനെ ഉറങ്ങാനായിട്ട് കയറ്റി വിടുകയാണ്. എന്നിട്ട് സുഭാഷും പതുക്കെ കിടക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം നിധിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ഒന്നാമത് സുധീഷ് വൈകി വരുന്നു, അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ആയിരുന്നു. അങ്ങനെ നിധി തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു കാറിൻ്റെ ചെറിയൊരു ഒച്ചയും ഹോണും എന്തോ കേൾക്കുകയാണ്. നിധി അപ്പം തന്നെ ഓടിച്ചെന്ന് ഡോറ് തുറന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ സുധീഷിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നിധിക്കൊരു സമാധാനമായി, സുധീഷ് എത്തിയല്ലോ എന്നുള്ളൊരു സമാധാനമായി. അപ്പം സുധീഷ് നോക്കിയപ്പോൾ നിധി ഫ്രണ്ടിൽ നിൽക്കണു. അല്ല ഇതെന്താ നീ ഉറങ്ങാത്തതെന്ന് ഇങ്ങനെ നമ്മുടെ സുധീഷ് ചോദിക്കണേ. ഉറക്കം വന്നില്ല, പിന്നെ സുധീഷ് വന്നാൽ ആരെങ്കിലും ഒന്ന് ഡോറ് തുറന്നു തരണ്ടേ? അല്ല ഞാൻ ഹരീഷിനോട് വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ ഡോറ് കുറ്റിയിടണ്ട, ഒന്ന് അടച്ചിരുന്നാൽ മതി, ഞാൻ വന്ന് തുറന്നോളാമെന്ന്. അല്ല അതിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തുറന്ന് തരാമെന്ന് കരുതിയിട്ട് ഞാനിരുന്നു, എനിക്ക് ഉറക്കം വന്നില്ലല്ലോ, ഒരു ടെൻഷനായിരുന്നു. ഒന്നാമത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവമൊക്കെ ഓർത്തിട്ട് എനിക്കൊരു ടെൻഷനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാണ്ടിരുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഒരു സുധീഷിൻ്റെ ഉള്ളിലൊരു ചിരിയും നിധീനെ ഒരു നോട്ടമൊക്കെ നോക്കി കേട്ടോ. എന്നിട്ട് രണ്ടുപേരും അകത്തോട്ടൊക്കെ കയറിയിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്ത് എന്നിട്ട് നിധി പറഞ്ഞു, സുധീഷ് ഒരു ഫുഡ് കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ കഴിച്ചില്ല, ഞാൻ ചെറുതായിട്ട് ചായ കുടിച്ചായിരുന്നു. ആണോ? എന്നാൽ കൈയും കാലും കഴുകി ഫ്രഷായിട്ട് അടുക്കളയിൽ ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ച് കിടന്നോളാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട്
നിധി പോയി കിടക്കുകയാണ്. അപ്പോഴാണ് നിധിക്ക് സത്യം പറഞ്ഞ ഒരു സമാധാനമൊക്കെ ആയത്. ഒന്നുമില്ലെങ്കിലും ഉള്ളിലൊരു പ്രേമമൊക്കെ മുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ എന്തായാലും നിധിക്ക് ഉണ്ടാവും. പക്ഷേ എങ്കിലും സുധീഷിന് മുന്നിൽ അത് പ്രകടിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് പോലെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ആ ഒരു ലെവൽ എത്തിയിട്ടേ ഉള്ളൂ നിധിക്ക്. അപ്പോൾ സുധീഷിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഓവർ കോൺഷ്യസ് ഒക്കെയാണ് കേട്ടോ നിധി. അങ്ങനെ സുധീഷ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോയി ഒന്ന് ഫ്രഷ് ആവുകയാണ്. ഈ സമയത്ത് സുധീഷിൻ്റെ പുറം നോക്കി ഒരൊറ്റ അടി നമ്മുടെ ഹരീഷ്. സുധീഷ് സത്യം പറഞ്ഞാൽ വേദനയും കിട്ടി, പേടിച്ചും പോയി. അപ്പോൾ ചോദിച്ചു, നീ എന്നാ പണിയാടാ കാണിച്ചു, എനിക്ക് നന്നായിട്ട് വേദനിച്ചു എന്ന് നമ്മുടെ സുധീഷ് പറയണേ. ആയിക്കോട്ടെ, അതെ എവിടെയായിരുന്നു, ഓട്ടം പോയത് തന്നെ, നീ ഒന്ന് പോടാ, ഓട്ടം അല്ലാണ്ട് പിന്നെ അങ്ങോട്ട് പോകാനാ എന്ന് പറഞ്ഞു. അതെ സുധീഷ് ചേട്ടൻ ഓട്ടം പോയി കാണാഞ്ഞിട്ട് സുധീഷ് ചേട്ടനെ ഫുഡ് കഴിക്കുന്ന സമയത്തൊന്നും കാണാത്തതുകൊണ്ടും ഇവിടെ ഒരാൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ടിൽ പോയി നോക്കണു, ഫുഡ് കാണാനില്ല ഒക്കെ, ഞാനിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എവിടെയോ ഒരു പ്രേമം മുട്ടിട്ടിട്ടില്ലേ സുധീഷ് ചേട്ടാ എന്ന് ചോദിച്ചു. നീ ആരുടെ കാര്യമാണ് പറയണേ? നമ്മുടെ നിധിയേട്ടത്തിയുടെ കാര്യം. ഇവിടെ എന്തായിരുന്നു, സുധീഷ് ചേട്ടൻ വരാൻ വൈകിയെങ്കിലും പുള്ളിക്കാരത്തി ഇവിടെ ഫ്രണ്ടിൽ പോയി നോക്കും, വരും, വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അപ്പോൾ സുധീഷ് പറഞ്ഞു, അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സുധീഷ് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ ഇവരെല്ലാം മൂന്നുപേരും കിടന്നല്ലോ. ആരൊക്കെ? നമ്മുടെ നികേഷും ഹരീഷും സുഭാഷും കിടന്ന സമയത്ത് ഹരീഷും നികേഷും കൂടെ പറഞ്ഞു, എടാ നീ നിധിയേട്ടത്തിനെ ശ്രദ്ധിച്ചായിരുന്നോ? ഇത് സുധീഷ് ഏട്ടൻ വരാൻ വൈകണ സമയം തൊട്ട് നിധിയേട്ടത്തിക്ക് ഒരു ടെൻഷനാണ്, എവിടെയോ ഒരു പ്രേമമൊക്കെ തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട് എന്നിങ്ങനെ ഹരീഷും നികേഷും പറഞ്ഞു. ഇത് കേട്ട് സുഭാഷ് കിടന്നുകൊണ്ട് പറഞ്ഞു, അതെ അതിപ്പോൾ നികേഷ് കോളേജിൽ നിന്ന് വരാൻ വൈകിയാലും നിധിക്ക് ഭയങ്കര ടെൻഷനാണ്, അല്ലാണ്ടൊന്നുമില്ല. അതൊന്നും അല്ല. നികേഷ് പറഞ്ഞു, അതൊന്നും അല്ല സുഭാഷ് ചേട്ടാ, ഇവിടെ ശരിക്കും ഒരു പ്രേമമൊക്കെ ഉടലെടുത്തു എന്നുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ പറയുകയാണ്. അതായത് നിധിയുടെ ഉള്ളിൽ സുധീഷിനെ കുറിച്ചുള്ള ഒരു ടെൻഷനും കാണാത്തതിൻ്റെ ഒരു ആവലാതിയും ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മുടെ നികേഷ് പറഞ്ഞതും നിധി കതവ് തുറന്നു കൊടുക്കുന്നതും പിന്നെ പോയി നിധി കിടന്നിട്ട് പിന്നെ ഹരീഷുമായിട്ട് സുധീഷ് സംസാരിക്കുന്നത്. അപ്പോൾ സുധീഷിൻ്റെ ഈ ഒരു സംസാരം കൂടെ കേട്ടപ്പോൾ നമ്മുടെ ഹരീഷ് ഇങ്ങനെ പറയണത്, എവിടെയോ ഒരു സംതിങ് ഉണ്ട് നിധിയേട്ടത്തിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും നിനക്ക് അങ്ങനെ തോന്നിയോ എന്ന് സുധീഷ് ഹരീഷിനോട് ചോദിക്കുകയാണ്. ഇന്നത്തെ ഒരു ടെൻഷനും വെപ്രാളപ്പെടലും ഒക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കും നികേഷിനൊക്കെ തോന്നിയിട്ടുണ്ടത് എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് സുധീഷിനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഹരീഷ് പോയി കിടന്നു കേട്ടോ. ആ സമയത്ത് നമ്മുടെ സുധീഷ് മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, ഇനി ഏവൻ പറഞ്ഞത് ശരിക്കും ശരിയാണോ? നിധിക്ക് എന്നോട് ശരിക്കും വിചാരിച്ച പോലെയുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നി തുടങ്ങിയോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വരെയാണ്. എന്നിട്ട് സുധീഷ് ചെന്ന് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ദോശയും കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. ആ സമയം ഹരീഷ് നമ്മുടെ സുധീഷിൻ്റെ അടുത്ത് പറഞ്ഞു, അതെ നിധിയേട്ടത്തി ഒരു പ്രത്യേക ക്യാരക്ടറാട്ടോ. ചില സമയം ചില കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ ശരിക്കും അങ്ങ് അതിലോട്ട് ഇൻവോൾവ് ആയിട്ട് പോകും. അപ്പോൾ ചോദിച്ചു, അതെന്താടാ? ഇന്നിവിടെ നീതു വന്നിട്ടുണ്ടായിരുന്നു. ഞാനും നീതുവും തമ്മിൽ കഴിഞ്ഞ ദിവസം ഇച്ചിരി വഴക്ക് കേട്ടു. അന്ന് സുധീഷ് എന്നെ കാണാത്തപ്പോൾ ഇവൾ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കലായിരുന്നു. ഞാനപ്പം ദേഷ്യപ്പെട്ട് ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്തു ആ പ്രാന്ത് പിടിച്ചിരിക്കണ സമയത്ത്. പക്ഷേ പിന്നീട് നിധിയേട്ടത്തിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ സമയത്ത് ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ പോരെ, നീതു പിന്നെ ഇതുപോലെ സുധീഷ് ചേട്ടനെ കാണാനില്ല, അതുകൊണ്ട് ഞങ്ങൾ സുധീഷ് ചേട്ടനെ തിരക്കി പോവുകയാണ്, നീ ഇപ്പോൾ വിളിക്കണ്ട, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വഴക്കും വയ്യാവലിയൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നിധിയേട്ടത്തി പറഞ്ഞു തരുമ്പോൾ ശരിക്കും ഒരു പ്രത്യേകതയാണ് നിധിയേട്ടത്തി ആ സംസാരിക്കുന്ന രീതിയൊക്കെ. അപ്പോൾ സുധീഷ് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ തമ്മിലിപ്പം പിണക്കമാണോ നീതും തമ്മിലെന്ന് സുധീഷ് ഹരീഷിനോട് ചോദിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ പിണക്കമാണ്. എന്നാൽ ഇപ്പോൾ ഒന്ന് വിളിച്ചു നോക്ക്, പിണക്കം വെച്ചിരിക്കേണ്ട, അതൊന്ന് മാറട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോഴോ? അതിനെന്താ, നീ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഹരീഷ് നമ്മുടെ നീതുവിനെ വിളിക്കുകയാണ്. അപ്പം കാണാൻ നീതു നോക്കിയപ്പോൾ ഹരീഷിൻ്റെ കോള്. നീതു ഫോൺ എടുക്കുകയാണ്. എന്തേ വിളിച്ചതെന്ന് നീതു ഇച്ചിരി ഹെഡ് വെയിറ്റൊക്കെ ഇട്ട് ചോദിക്കുകയാണ്. അല്ല നീ എന്തെടുക്കാമെന്ന് ചോദിക്കണേ. ഞാനെന്തെടുക്കാം, ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പിന്നെ നീതു കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, അതിന് വേണ്ടിയിട്ട് പോവാണ് എന്ന് പറയാൻ പാടില്ലായിരുന്നോ നമ്മുടെ ഹരീഷിന്
എനിക്ക് പറയാൻ പറ്റിയില്ല, ഞാൻ പറയേണ്ടതായിരുന്നു എന്നൊക്കെ ഹരീഷ് പറയണം. പക്ഷെ നീതു വിടുന്നില്ല. നീതു അതും പറഞ്ഞ് ഹരീഷുമായിട്ട് തല്ല് പിടിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേതു കിട്ടിയല്ലോ, നീ പറയാത്തത് കൊണ്ടല്ല അന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായത്, ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുമായിരുന്നോ എന്ന് പറഞ്ഞ് നീതു വഴക്കിടണം. പിന്നെ ഹരീഷിനും അങ്ങോട്ട് ദേഷ്യം പറയണം. ഒടുവിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വീണ്ടും വഴക്കിട്ട് വെക്കടി. ഇത് കണ്ടപ്പോൾ സുധീഷ് ചിരിക്കുകയാണ്. അപ്പോഴേക്ക് ഹരീഷ് വന്നിട്ട് പറഞ്ഞ്, അതെ, ഈ പെൺപിള്ളേരുടെ കാര്യം ഇങ്ങനെ ആയാലും എന്താ ചെയ്യണം, നമ്മളെ പോലെയുള്ളവരുടെ അവസ്ഥ ഒരു കണക്കിന് ഇതൊന്നും ഇല്ലാണ്ടിരിക്കണതാണ് ഏറ്റവും നല്ലത്, സമാധാനം ഉണ്ടാവും എന്നിങ്ങനെ ഹരീഷ് പറയണ. സുധീഷ് ഇരുന്ന് ചിരിക്കാനായിട്ടോ. ഹരീഷ് പോയി കിടന്നു. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് നമ്മുടെ നിധിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത്, നിധിയുമായിട്ട് ഒരുമിച്ചുള്ള ആ ഒരു ഇതും നിധി തനിക്ക് വേണ്ടി കാത്തു നിന്ന നിമിഷങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സീനൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ച് സുധീഷ് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് കിടന്നങ്ങ് ഉറങ്ങുകയാണ് കേട്ടോ. പിറ്റേ ദിവസമായപ്പോൾ നമ്മുടെ നിധി തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി വെളിയിൽ രാവിലെ കലക്കിയ തുണിയൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സുധീഷ് പതുക്കെ ആടി ഒരു പൂവാലിനെ പോലെ ചെല്ലുകയാണ് കേട്ടോ. അതെ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഇങ്ങനെ സുധീഷ് നമ്മുടെ നിധിയോട് പറയണ്. എന്ത് കാര്യങ്ങൾ? അല്ല, ഇന്നലെ എന്നെ ഇവിടെ ചില ആൾക്കാരൊക്കെ ഞാൻ വരാത്തതുകൊണ്ട് ടെൻഷനൊക്കെ ആയിരുന്നു, പിന്നെ എന്നെ കാത്തിരുന്നു എന്നുള്ളതൊക്കെ എനിക്കറിയാം. അതെന്തുകൊണ്ടാണെന്നറിയാം, എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്നിങ്ങനെ സുധീഷ് കുണുങ്ങിക്കൊണ്ടൊക്കെ പറയണം കേട്ടോ. അപ്പം നിധി പറഞ്ഞു, അതെ, അത് ഇഷ്ടം കൊണ്ടൊന്നുമല്ല, കഴിഞ്ഞ ദിവസത്തെ ചില സംഭവങ്ങൾ എൻ്റെ വീട്ടുകാർ ചെയ്തതിൻ്റെ ആ ഒരു പേടിയും ടെൻഷനും കൊണ്ട് ഞാൻ നോക്കിയതും ടെൻഷൻ അടിച്ചതുമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതൊന്നും അല്ല, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് താളന്നിട്ടുണ്ട്. ഒന്ന് പോയേ അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് നിധി പോകണേ. ഈ സമയം നമ്മുടെ നികേഷും ഹരീഷും കൂടെ അവിടെ ഇരുന്ന് ചിരിക്കാനായിട്ടോ. എന്നിട്ട് സുധീഷ് പറയും, എടാ, അവൾക്ക് അങ്ങനെ പ്രേമം മൂത്തിട്ടൊന്നുമല്ല അവൾ കാത്തു നിന്നേ, അവൾക്ക് എനിക്കെന്തെങ്കിലും പറ്റിക്കാണോ, അവളെ വീട്ടുകാരോ അച്ഛനോ മറ്റോ എന്തെങ്കിലും ചെയ്ത് കാണോ എന്നുള്ളൊരു പേടി കൊണ്ട് അവൾ കാത്തിരുന്നതെന്ന്. അപ്പോൾ ഹരീഷും നികേഷും കൂടെ പറയും, അതൊന്നും അല്ല സുധീഷ് ചേട്ടാ, ശരിക്കും നിധിയേട്ടത്തേക്ക് എന്തോ ഒരു പ്രേമമൊക്കെ ഉണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ മണക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവർ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സുധീഷ് വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല. സുധീഷ് ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ നിധീനെ എന്ന് വെച്ചാൽ നിധി ശരിക്കും സുധീഷ് വിചാരിക്കുന്ന പോലെ തന്നെ ആ ഒരു കണ്ടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ നിധിയുടെ ഉള്ളിൽ വരാണ് എന്നുള്ളൊരു ഇതൊക്കെ നമ്മുടെ സുധീഷിന് തോന്നി തുടങ്ങുന്ന സീനും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നിധിയോട് സുധീഷ് ഒരു കാര്യം പറഞ്ഞു, അതെ, ഇതൊന്നും അല്ല കാര്യം എന്നുള്ളതൊക്കെ എനിക്കറിയാം, ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സുധീഷ് പറഞ്ഞു. അപ്പോഴും നമ്മുടെ നിധിയാണെങ്കിൽ സുധീഷിനെ ഒരു നോട്ടം നോക്കും കേട്ടോ. എന്നിട്ട് അകത്തോട്ട് കയറി പോകണം. അതിന് ശേഷമാണ് നമ്മുടെ ഹരീഷും നികേഷും വന്ന് സുധീഷിനായിട്ട് ഇളക്കണതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, നമ്മുടെ നിധിക്കുട്ടിയും അതുപോലെ തന്നെ നമ്മുടെ സുധീഷും തമ്മിലുള്ള പ്രണയവും ഒക്കെ തുടരുമോ, അതുപോലെ തന്നെ നമ്മുടെ സുഭാഷിൻ്റെയും നമ്മുടെ ഹിന്ദിക്കാരി ഉണ്ടല്ലോ, പേര് ഞാൻ മറന്നു എന്തായിരുന്നു, ആ ഒരു പ്രണയമൊക്കെ ഏതുവരെയാകും. അതുപോലെ നമ്മുടെ ഹരീഷും നീതും എന്നും തമ്മിൽ വഴക്കാണ്, എന്നാലും ആ വഴക്കൊക്കെ മാറി അവരുടെ പ്രണയവും പൂവണിയുമോ ഏതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് കാട്ടത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.